ടു ട്രാവൽ ബിസിബി. ഞാൻ ഇന്നുള്ളത് മറയൂരാണ്. മറയൂർ എന്ന് കേൾക്കുമ്പോ തന്നെ മറയൂരുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് ശർക്കര, ജാഗറി അല്ലെങ്കിൽ ശർക്കര. മറയൂർ ശർക്കര ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ നല്ല ഇനം ശർക്കര എന്ന് പറയുന്നത് മറയൂരാണ് ലഭിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഒരു ജാഗറി ഉണ്ടാക്കുന്ന സ്ഥലത്താണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിറയെ നമുക്ക് കരിമ്പിൻ തോട്ടങ്ങൾ കാണാൻ പറ്റും. കാരണം നമുക്കറിയാം ജാഗറി ഉണ്ടാക്കുന്നത് കരിമ്പിൽ നിന്നാണ്. അതേ ഷുഗർ കെയിൻസ് കൊണ്ട് ഇറക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നിറയെ ഈ കിടക്കുന്ന ഒക്കെ ഷുഗർ കെയിൻസ് ആണ്. ഈ ഷുഗർ കെയിൻസ് എല്ലാം ഇനി ശർക്കരയായി മാറാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങിനുള്ള മെഷീൻസ് ആണ് ഈ കാണുന്നത്. അതെല്ലാം തന്നെ നീരൊക്കെ എടുത്തിട്ടാണ് അവർ പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള മെഷീനാണ്. ആ പ്രോസസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ വേസ്റ്റ് ആയിട്ട് വരുന്ന ഭാഗം അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് മാറ്റി. നമ്മൾ ഈ കാണുന്ന ഈ മെഷീനിൽ വെച്ചിട്ടാണ് ഈ കരിമ്പ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കും. ഈ പ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന്റെ കരിമ്പിന്റെ ജ്യൂസ് ആയിട്ടുള്ള ഷുഗർ കെയിൻ ജ്യൂസ് ഇടുന്നത് എക്സ്ട്രാക്ട് ആയി ഈ മെഷീന്റെ താഴ്ഭാഗത്തേക്ക് വരും. ആ താഴ്ഭാഗത്തേക്ക് വരുന്ന ജ്യൂസ് എടുത്തിട്ടാണ് അവർ കൊണ്ടുപോയി ശർക്കരയുടെ പ്രോസസ്സിങ്ങിനായിട്ട് പോകുന്നത്. ശർക്കരയുടെ പ്രോസസ്സിങ്ങിന് പോകുന്ന നെക്സ്റ്റ് ലെവൽ വേറൊരു സ്ഥലത്താണ്. നെക്സ്റ്റ് ഒരു അടുത്ത തന്നെ ഇതുപോലെ തന്നെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ശർക്കര ഇങ്ങനെ നന്നായിട്ട് തീയിൽ കാച്ചി ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ജാഗരി ഫാമിന്റെ ഇതിന്റെ ജാഗരി ഉണ്ടാക്കുന്ന ഇതിന്റെ ഓണർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് പുള്ളിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ ഇത് എങ്ങനെയാണ് ഇത് പ്രോസസ് ചെയ്യുന്നത്, ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ. നല്ല മണം വരുന്നുണ്ട് ശർക്കരയുടെ ഒക്കെ. ഇവിടെ പല ടൈപ്പ് ഇതുണ്ട്. ഇത് എങ്ങനെയാണ് പുള്ളിയോട് ചോദിക്കാം. ആദ്യം നമ്മൾ കരിമ്പ് തോട്ടത്തിൽ നിന്ന്, ഇവിടെയാണ് കരിമ്പ് തോട്ടം ഉണ്ടത്, ഇവിടെ നിന്ന് കരിമ്പ് കൊണ്ടുവരിക. നമ്മൾ കൊണ്ടുവന്ന് ആ ക്രഷറിന്റെ മുമ്പിൽ അട്ടിയായിട്ടിടും. എന്നിട്ട് ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് മൊത്തം 3 പ്രോസസ് ഉണ്ട്. ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ ആ കറുത്ത മെഷീൻ കാണുന്നില്ലേ, അതിലാണ് ജ്യൂസ് ആക്കാൻ പോകുന്നത്. അതിന്റെ പേര് ക്രഷറാണ്. അതിന്റെ കമ്പനിയുടെ പേര് രാജ എന്നുള്ളതാണ്. പണ്ടുള്ള മെഷീനറീസ് ആണ്. പുതിയ മെഷീനറീസ് വന്നിട്ടില്ല ഇതുവരെ. നമ്മൾ വരുവാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ അത് എങ്ങനെയാണ് റൺ ആകുന്നതെന്ന് വെച്ചാൽ ഡീസൽ എഞ്ചിനാണ്, ഫീൽഡ് മാർഷലാണ്, 8 HP മോട്ടറാണ്. അപ്പൊ നമ്മൾ ജ്യൂസ് കരിമ്പ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ആയിട്ട് കരിമ്പിന്റെ ജ്യൂസും ആ ചണ്ടിയും കിട്ടും. ആ ചണ്ടി എടുത്ത് ഡംപ് ചെയ്ത് വെച്ച് അത് എടുത്ത് ഉണക്കിയെടുത്താണ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്, ഇതിന്റെ തീ കത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 3.5 മണിക്കൂർ ആകുമ്പോൾ ജ്യൂസ് ഫില്ലായി കിട്ടും. ഈ ടാങ്ക് ആണ് അളവിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇത് 1000 ലിറ്റർ ടാങ്ക് ആണ്. അപ്പൊ നമ്മൾ ജ്യൂസ് ആക്കുന്നത് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിൽ ജ്യൂസ് ആയി കഴിയും. ജ്യൂസ് ആയി കഴിഞ്ഞതിന് ശേഷം ഈ പാത്രത്തിൽ ഒഴിക്കും. ഇതിന്റെ പേര് കൊപ്പറ എന്ന് പറയും. ഈ കൊപ്പറിന്റെ അടിയിലാണ് അടുപ്പുള്ളത്. അടുപ്പാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൽ നല്ല മോഡലിലാണ് അടുപ്പ് ചെയ്തിരിക്കുന്നത്. 5 അടി ഹൈറ്റ് 10 അടി വീതിയാണ് അടുപ്പ്. ഈ അടുപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ എയർ വരുന്നത് അങ്ങോട്ടിരുന്നാണ്. ഇതിന്റെ അടിക്ക് ഒരാൾ നടക്കുന്ന രീതിയിൽ ഒരു വേ ഉണ്ട്. അതിൽ നിന്നാണ് ഈ ചാറൊക്കെ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ജ്യൂസ് ആക്കി കഴിഞ്ഞ് ചണ്ടി ചെയ്ത് ആദ്യൊരു സംഭവം വേസ്റ്റ് വരത്തില്ല. ഈ ചാറെടുത്ത് തന്നെ കരിമ്പ് കാട്ടുക വെള്ളമായിട്ട് ഇടാം. പിന്നെ ഇത് ഒരു 3 മണിക്കൂർ നല്ലപോലെ തിളപ്പിക്കണം. തിളപ്പിക്കുമ്പോൾ ഒരു 1/2 hour ഇതുപോലെ പതവതയായിട്ട് മുകളിൽ വരും. അത് കരിമ്പിലുള്ള വേസ്റ്റ് ആണ്. ആ വേസ്റ്റ് ഒക്കെ കോരി നമ്മൾ അപ്പുറത്ത് കളയുമ്പോൾ അതും അടുപ്പിനകത്ത് തന്നെ പോയി തീ കത്തിക്കാൻ ഉപയോഗിക്കും. എന്നിട്ട് തിളപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതിലുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ നീരാവിയായിട്ട് പോയിട്ട് ബാലൻസ് ശർക്കര മാത്രം കുറുകി പായസം പോലാക്കി ഒരു സ്റ്റേജിലെത്തും. ആ സമയം ഈ പണിക്ക് നോക്കും. ആ ചേട്ടനാണ് പണിക്ക് നോക്കുന്നത് ഇവിടെ. ആ ചേട്ടൻ പണിക്ക് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം എടുത്തിട്ട് ഇതിലുള്ള ശർക്കര ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് ആ വെള്ളത്തിനകത്ത് ഇടുമ്പോൾ മെറ്റൽ പോലത്തെ ആവും. അങ്ങനെ മെറ്റൽ പോലത്തെ നല്ല ഒരു സൗണ്ടും കിട്ടുവാണെങ്കിൽ ശർക്കര പാകത്തിനായി അവർ കണ്ടുപിടിക്കും. അതുവരെ തീ കത്തിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ പുക പോകുന്ന ചിമ്മിയാണത്. ഇതിന്റെ അടിക്ക് തന്നെ നമ്മൾ നിൽക്കുന്ന അടുപ്പിന്റെ മുകളിലാണ് ശരിക്കും പറഞ്ഞ അതിൽ കൂടി പുക പോകും. അപ്പൊ പാകത്തിനായതിനു ശേഷം ആ പാത്തി അവിടെ വെച്ചിട്ട് ടീ പോലത്തുള്ള ഗേറ്റ് വാൾ ഓപ്പൺ ചെയ്ത് കൊടുക്കും. പണ്ടൊക്കെ ഇത് പൊക്കി മരിക്കുമായിരുന്നു. ഇങ്ങനെ പൊക്കി അത് ഭയങ്കര അപകടമാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ചൂടുള്ള സംഭവം അത് ഇപ്പം മാറ്റി ടീ പോലത്തുള്ള ഗേറ്റ് വാൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടുള്ള പായസം പോലെ ലിക്വിഡ് ആയിട്ടുള്ള ശർക്കര അങ്ങോട്ട് ആ മരത്തിന്റെ ബോക്സിൽ വരും. അതാണ് തേർഡ് പ്രോസസ് എന്ന് പറയുന്നത്. ഇത് സെക്കൻഡ് പ്രോസസ് തിളപ്പിച്ചെടുക്കുന്നത്. ഞാൻ സെക്കൻഡ് പ്രോസസ് പറഞ്ഞില്ല. അത് തേർഡ് പ്രോസസ്സിൽ നമ്മൾ ഇലക്കൊണ്ടേയിരിക്കുമ്പോൾ പുട്ട് പോലത്തെ ആവും. ആ പുട്ട് പോലത്തെ ആകുന്ന സമയത്തിൽ ഈ മരത്തിന്റെ ബോക്സ് ആണ് ഇതിലിട്ടാണ് ഇലക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു പൗഡർ ശർക്കര. ആ ഓർഡറിന് വേണ്ടി ചെയ്തതാണ് ഇത്. ഇതല്ലാഞ്ഞിട്ട് ഇതിനുള്ളിൽ ഇപ്പൊ ചൂട് കാണൂല. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറിലെ ചൂടൊക്കെ മാറും. ഇത് കൂളിംഗ് യൂണിറ്റാ ഈ മരത്തിന്റെ ബോക്സ്. ഇതിലിട്ട് നമ്മൾ ഇലക്കൊണ്ടേയിരിക്കുമ്പോൾ അത് കേസരി പോലത്തെ, അതായത് ഒരു പുട്ട് പരുവത്തിലാവും. ആ സമയം വെള്ളം തൊട്ടിട്ട് 4 ആയിട്ട് വീതിച്ചെടുക്കും. 4 ഷെയറിംഗ് ആയിട്ട് എടുക്കും. ഷെയറിംഗ് ആയിട്ട് എടുത്തിട്ട് 4 മൂലയിലും 4 ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ വെള്ളം തൊട്ടിട്ട് ഉരുണ്ടയാക്കി എടുക്കും.
അങ്ങനെയാണ് ഉരുളാണ്. ഇത് സ്പൈസി ശർക്കര അങ്ങനെ different സ്പൈസസ് എങ്ങനെയാന്ന് വെച്ചാല് സ്പൈസസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ കൂടെ പൊടിച്ച് ഈ കൂളിംഗ് യൂണിറ്റിൽ ശർക്കര ലിക്വിഡ് ആയിട്ട് ഇങ്ങോട്ട് പകർത്തുന്ന സമയം ആ സമയം ഇങ്ങനെ വെതറി കൊടുക്കും, എന്നിട്ട് മിക്സ് ആക്കും. ഇതിൽ വെച്ച് മിക്സ് ആക്കൂല, ഇവിടെ വെച്ചാണ് മിക്സ് ആക്കുന്നത്. സ്പൈസസ് ഉണ്ട്, ചോക്ലേറ്റ് മിക്സ് ചെയ്യുന്നുണ്ട്, പിന്നെ ചുക്ക്, ഏലക്ക, അതുപോലെ കുറെ സംഭവങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട്. എല്ലാം നാച്ചുറലായിട്ട് ഇവിടെ ഉണ്ടാകുന്ന സാധനം പൊടിച്ചാണ് മിക്സ് ചെയ്യുന്നത്. പുറത്തുനിന്ന് ഒരു സാധനവും വാങ്ങിക്കൂല, നാച്ചുറലാണ് ഇവിടെ. അതുപോലെ ഈ ശർക്കരയ്ക്ക് നോർമൽ ശർക്കര വേറൊന്നും ചേർക്കുന്നില്ല, മധുരമൊക്കെ ഈ കരിമ്പിന്റെ തന്നെ അത് കിട്ടുന്ന കരിമ്പിന്റെ മധുരം മാത്രമാണ് അതാണ് പ്രത്യേകത. മറയൂർ ശർക്കരയ്ക്ക് കോമസൂചിയ പദവി ലഭിച്ചത് തന്നെ ഇവിടെയുള്ള പ്രത്യേകത കൊണ്ടാണ്. നമ്മുടെ ശർക്കരയിൽ ഉപ്പ് ടേസ്റ്റ് കാണത്തില്ല, മധുരം മാത്രമാണ് കാണും. അതാണ് മറയൂർ ശർക്കരയുടെ പ്രത്യേകത. നമുക്കും ഭയങ്കര വീട്ടിൽ പായസം ഉണ്ടാക്കാനൊക്കെ ആയാലും എല്ലാവരും അതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇസ്തിരി ജാഗറിയിൽ നമുക്ക് ഇതിന്റെ ഔട്ട്ലെറ്റ് അവൈലബിൾ ആണ്. ഇവിടെ പല ടൈപ്പ് വെറൈറ്റീസ് ഓഫ് ജാഗറീസ് ഉണ്ട്. നോർമൽ ജാഗറി ഉണ്ട്, അതിന്റെ തന്നെ സ്പൈസസ് ആഡ് ചെയ്തത്, ചുക്ക് ആഡ് ചെയ്തതുണ്ട്, അതിന്റെ കട്ടായിട്ടുള്ള ഉരുളയായിട്ടുള്ളത് കിട്ടും, അതിന്റെ പൊടി കിട്ടും, പിന്നെ അതിന്റെ ലിക്വിഡ് കിട്ടും. ലിക്വിഡ് ശർക്കര ആണ് നോക്കാൻ പോകുന്നത്. ഇതാണ് ഇങ്ങനെ പാക്കറ്റ് ആയിട്ട് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ മേടിക്കാൻ പറ്റും. ലിക്വിഡ് ശർക്കര എങ്ങനെയാണ് ജസ്റ്റ് ഒരു സാമ്പിൾ ഇവിടെ ഉണ്ട്, നോക്കാൻ പോകണം. ജസ്റ്റ് ഡ്രോപ്പ് തേനൊക്കെ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ പോവാണ്. ഇതിന്റെ ടേസ്റ്റ് ആക്ച്വലി ഒരു തേൻ കഴിക്കുന്ന തേനിന്റെ തുള്ളി ഒഴിക്കുന്ന പോലെയാണ് തോന്നിയത്. നല്ല ടേസ്റ്റ് ആണ് ശർക്കര. ഇത് ഉള്ളതിൽ തന്നെ ഏറ്റവും അടിപൊളിയാണിത്. നിങ്ങൾക്ക് വരണമെങ്കിൽ ഈ ഔട്ട്ലെറ്റിൽ നിന്ന് ഇതെല്ലാം സ്വന്തമാക്കി വീട്ടിൽ പോവാം. ഓക്കെ, ഇത് ജാഗറിയിൽ ചുക്ക് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ചുക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അതിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ശർക്കര യൂസ് ചെയ്യാം നമുക്ക്. ഇത് നല്ല ടേസ്റ്റിയാണ്. പിന്നെ വേറൊരു ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ഓൾ സ്പൈസസ് ജാഗറി. അപ്പൊ ഓൾ സ്പൈസസ് ജാഗറി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിങ്ങനെ പൊടിയായിട്ട് നമ്മുടെ ഈ പുട്ടിനൊക്കെ കൊഴിക്കുന്ന ആ പരുവത്തിന് ഇങ്ങനെ പൊടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഒരു ഹെവൻലി ഫീൽ ആണ്. ഇത് ഓൾ സ്പൈസസ് ആണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇതുവരെ ടേസ്റ്റ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇവിടുത്തെ വേറെ രണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ചോക്ലേറ്റ് ശർക്കരയും ലിക്വിഡ് ശർക്കരയും. നമ്മളത് നോക്കാൻ പോവാണ്. എങ്ങനെയാണ് ഈ ചോക്ലേറ്റ് ശർക്കര എന്ന് പറയുന്നത് അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് നോക്കാൻ പോവാ. ഇതിനകത്ത് ഭയങ്കരമായിട്ട് ചോക്ലേറ്റ് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ചോക്ലേറ്റ് ആവട്ടെ, സ്പൈസസ് ആവട്ടെ, എല്ലാം ഇവിടെ ഉള്ളത് തന്നെ പ്രോഡക്റ്റ് യൂസ് ചെയ്താണ് ഇവരുണ്ടാക്കുന്നത്. ഇതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള മായവും ചേർക്കുന്നില്ല. താങ്ക് യു സോ മച്ച് രാജേഷ്. നമ്മൾ ഇത്രയും നേരം രാജേഷിന്റെ ഇതാണ് മേസ്ട്രി ജാഗറി എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു സംരംഭമാണ്. ഇവിടെ വരുന്നതിന് നിങ്ങൾക്ക് മറയൂർ വരുവാണെങ്കിൽ ഈ ഫാം ഈ മേസ്ട്രി ഫാം വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇവിടുത്തെ ലൊക്കേഷൻ മാപ്പും കാര്യങ്ങളും ഞങ്ങളുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ചെക്ക് ദി ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഇസ്തിരി ജാഗറിയോടൊപ്പം ചേർന്ന് തന്നെ ഇവിടെ ഒരു ഷുഗർ കെയിൻ ജ്യൂസ് കിട്ടുന്ന ഒരു ഷോപ്പും കൂടി അവരുടെ തന്നെ ഔട്ട്ലെറ്റ് അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ഷുഗർ കെയിൻ ജ്യൂസിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നോ
ഷുഗർ, നോ വാട്ടർ, എല്ലാം നാച്ചുറൽ ആണ് ഇവര് ചേർക്കുന്നത്. സോ ഇവിടുന്ന് ജ്യൂസും കുടിക്കാൻ നിങ്ങൾ മറക്കരുത്. ഇവിടുന്ന് ഞാൻ കരിമ്പിൻ ജ്യൂസൊക്കെ മേടിച്ചു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാരണം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ കരിമ്പിൻ ജ്യൂസ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ട്രാവൽ വ്ളോഗുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ ഫ്രം ട്രാവൽ ബിസി ബി.